ട്രെൻഡ് കേരളം ഒട്ടുക്ക് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. യാതൊരു സംശയവും വേണ്ട. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF ഭൂരിപക്ഷ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സർക്കാരിനെതിരെയുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ഒരു കാലഘട്ടം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ജനകീയ പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചാണ്ടിയുമ്മന്റെ പ്രതികരണമാണ് കണ്ടത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് VS അച്യുതാനന്ദന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ബഡ് സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലെത്തി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി, മകൻ ഉൾപ്പെടെയുള്ളവർ, കുടുംബാംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. VS അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ആലപ്പുഴ പുന്നപ്രയിലേക്ക് എത്തി കുടുംബാംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പത്നി വോട്ട് ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട്. 10:30 ആകുമ്പോൾ 22.92 എന്നുള്ളതാണ് ടോട്ടൽ പോളിംഗ് പെർസെന്റേജ്. കൂടാതെ മറ്റ് ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 21.16, കൊല്ലത്ത് 23.62, പത്തനംതിട്ടയിൽ 22.9, ആലപ്പുഴയിൽ 24.78, കോട്ടയത്ത് 22.98, ഇടുക്കിയിൽ 21.56, എറണാകുളത്ത് 24.51. അതാണ് ജില്ല തിരിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് പെർസെൻറ്റേജ്. ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്, 24.78. തൊട്ട് പിന്നിൽ എറണാകുളം ജില്ല. ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് എന്നതാണ്. എറണാകുളത്ത് 24.51, 24% കടന്നിരിക്കുന്ന രണ്ട് ജില്ലകൾ അത് ആലപ്പുഴയും എറണാകുളവുമാണ്. പിന്നാലെ കൊല്ലമുണ്ട്, അവിടെ 23.62% എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.